ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ദിസ് ഓർ ദാറ്റ് ഈ രണ്ട് ടേം നമ്മൾ നോർമലി നമ്മൾ ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. സോ ദിസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ സ്റ്റാൻഡേർഡിൽ തന്നെ പഠിക്കുന്നു. പക്ഷേ പലപ്പോഴും അതിൻ്റെ ഒരു മീനിങ് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് വരുമ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പം ദിസ് ഓർ ദാറ്റ്, അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ദിസ്. ഫോർ എക്സാമ്പിൾ നമ്മളെടുത്തൊരു ഫ്ലവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെടുത്തൊരു വാഹനം നിൽക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ദിസ് ഈസ് എ കാർ എന്ന് പറഞ്ഞാൽ ഇതൊരു കാറാകുന്നു. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവർ ആകുന്നു. ഓക്കെ, ഇതൊരു ഫ്ലവർ ആകുന്നു. അങ്ങനെയുള്ള മീനിങ് നമുക്ക് കിട്ടാം. പിന്നെ ദാറ്റ് വരുന്ന എപ്പോഴും നമ്മളിൽ നിന്ന് അകലെയുള്ള സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഉദാഹരണത്തിന് സൂര്യൻ അകലെയാണ്, അപ്പോൾ ദാറ്റ് ഈസ് എ സൺ. അതുപോലെ മൂൺ നമുക്ക് നമ്മളിൽ നിന്ന് അകലെയാണ് നിൽക്കുന്നത്. സോ ദാറ്റ് ഈസ് എ മൂൺ, ദാറ്റ് ഈസ് എ സൺ, ദാറ്റ് ഈസ് എ സ്റ്റാർ. അപ്പോൾ ഇങ്ങനെയുള്ള മീനിങ് ഫുള്ളായ ഒരു കാര്യങ്ങളാണ് നമ്മൾ ദിസ് ഓർ ദാറ്റ് ഉപയോഗിക്കുമ്പോൾ. ഒരു ചെറിയ എക്സാമ്പിളിലൂടെ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പോയിന്റ് പറയാം, ദിസ് ഓർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ കാർ. അപ്പോൾ നമ്മുടെ അടുത്തൊരു കാറ് നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിന് ദിസ് ഈസ് എ കാർ എന്നുള്ളൊരു മീനിങ്ങിൽ കിട്ടാം. അപ്പോൾ ദിസ് എന്നുള്ളൊരു മീനിങ് ഇവിടെ കിട്ടും അല്ലേ. നമ്മൾ പ്രസന്റ് ടെൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് ദാറ്റ് ഈസ് എ സൺ അല്ലേ. അപ്പോൾ അത് സൂര്യനാണ്. അപ്പോൾ സൂര്യൻ ഞാൻ പറഞ്ഞ നേരത്തെ ദാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അകലെ നിൽക്കുന്ന വസ്തുക്കളെ കാണിക്കുമ്പോൾ, അപ്പോൾ ദാറ്റ് ഈസ് എ സൺ. അതുപോലെ ദാറ്റ് ഈസ് എ സ്റ്റാർ, ദാറ്റ് ഈസ് എ സ്റ്റാർ അല്ലേ, നക്ഷത്രമാകുന്നത്. അതുപോലെ ദിസ് ഈസ് എ ഫ്ലവർ അല്ലേ, ഫ്ലവർ, ഇതൊരു ഫ്ലവർ ആകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മീനിങ് ദിസ് ഓർ ദാറ്റ് എന്നുള്ളൊരു ടേം ഉപയോഗിച്ച് നമുക്കിതുപോലെ കൊച്ചു സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. കൊച്ചു സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വലിയ സെൻറ്റൻസ് ആക്കാം. നമ്മളെ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.